അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഒരു അർദ്ധവാർഷിക പരീക്ഷ, അരക്കൊല്ല പരീക്ഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് നല്ലപോലെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ. ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ഒന്നാമതായിട്ടുള്ളത്. ബ്രാക്കറ്റിൽ ആദ്യത്തെ പദം അല എന്നാണ് ആദ്യത്തെ അക്ഷരം, രണ്ടാമത്തത് ഫി, മൂന്നാമത്തത് യദ്ഹബു, നാലാമത്തത് തദ്ഹബു, അഞ്ചാമത്തെ യൗമുൽ ജുമഅ, മിന. അതിൽ അല, ഫി, മിൻ ഈ 3 അക്ഷരങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശേഷം വന്ന ഇസ്മിനിക്ക് കെസർ വരും അവസാനത്തെ അക്ഷരത്തിന്. അപ്പോൾ അല എന്ന് പറഞ്ഞാൽ മേൽ എന്ന അർത്ഥത്തിനായിരിക്കും, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നായിരിക്കും, മിന എന്ന് പറഞ്ഞാൽ നിന്ന്, ഇൽ നിന്ന് എന്നായിരിക്കും. യദ്ഹബു എന്ന് പറഞ്ഞാൽ അവൻ പോകും, പുരുഷനായിരിക്കും. തദ്ഹബു അവൾ പോകും, സ്ത്രീ ആയിരിക്കും. യൗമുൽ ജുമ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളിലെ ഒരു ദിവസമാണ്, 7 ദിവസങ്ങളിൽ ഒരു ദിവസം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല, ഫി, മിൻ, ഇല എന്നൊക്കെ പറയുന്ന പദങ്ങൾ അത് ജറിൻ്റെ അക്ഷരങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെയാണ് വരിക. അത് ആ അക്ഷരങ്ങൾക്ക് തൊട്ടുടനെ വരുന്ന പദത്തിൻ്റെ അവസാന അക്ഷരത്തിന് കെസറായിരിക്കും. യദ്ഹബു, തദ്ഹബു എന്നത് മുനാരിയ ഫീലാണ്. യദ്ഹബു എന്ന് പറയുമ്പോൾ യാ വരുന്നത് പുരുഷനെ സൂചിപ്പിക്കുന്നതായിരിക്കും, തദ്ഹബു സ്ത്രീയെ സൂചിപ്പിക്കുന്നതായിരിക്കും. യൗമുൽ ജുമ എന്ന് വരുമ്പോൾ നമ്മൾ ആഴ്ചയിലെ 7 ദിവസങ്ങൾ പഠിക്കണം, അറബിയിൽ തന്നെ അത് പഠിച്ചു വെക്കണം എന്നതും ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് നോക്കൂ, ഡാഷ് അത്വാവിലത്തി ബിത്തീഹ, മേശ എന്തുണ്ട്, ബിത്തീഹയുണ്ട്, വത്തക്കയുണ്ട്. അപ്പോൾ മേശമേൽ എന്ന അർത്ഥം കിട്ടണം, മേശമേൽ വത്തക്കയുണ്ട്. അപ്പോൾ അതിന് പറ്റിയ അക്ഷരം ഏതാണ്? അല. അപ്പോൾ അലത്വാവിലത്തി ബിത്തീഹത്തുൻ. അപ്പോൾ അലക്ക് ശേഷം വന്ന ത്വാവിലത്തിൻ്റെ അവസാനത്തെ അക്ഷരമാകുന്ന തായിന് കെസർ കിട്ടിയിട്ടുണ്ട്. അലത്വാവിലത്തി ബിത്തീഹത്തുൻ. അർത്ഥവും നമ്മൾ നോക്കണം. അപ്പോൾ അലത്വാവിലത്തി മേശമേൽ ബിത്തീഹ. അവിടെ ഫിത്വാവിലത്തി എന്ന് പറയാൻ പറ്റൂല, മിനത്വാവിലത്തി എന്നും പറയാൻ പറ്റൂല. മേശമേൽ, കാരണം വത്തക്ക മേശൻ്റെ ഉള്ളിൽ വരൂലല്ലോ. ഇങ്ങനെയാണ് അലത്വാവിലത്തി ബിത്തീഹത്തുൻ. ഇനി തന്തളിറുൽ ഉമ്മു, ഉമ്മ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. ഇവിടെ വന്നത് ഡാഷ് അൽ ബൈത്തി, വീട്. അപ്പോൾ വീട്ടിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നു എന്ന് കിട്ടണം. അപ്പോൾ അവിടെ ഫിൽ ബൈത്തി, വീട്ടിൽ. ഇതൊക്കെ നമ്മളെ പാഠപുസ്തകത്തിലെ ഉദാഹരണങ്ങൾ തന്നെയാണ്. തന്തളിറുൽ ഉമ്മു, ഉമ്മ പ്രതീക്ഷിച്ച് നിൽക്കുന്നു, ഫിൽ ബൈത്തി. അപ്പോൾ ഇതുപോലുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം. ഇനി മൂന്നാമത്തത് അൽ ഉസ്താദു, ഉസ്താദ് ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്, വിദ്യാലയത്തിലേക്ക് എന്താവും, പോകും എന്ന് കിട്ടണം. അപ്പോൾ നമ്മുടെ ബ്രാക്കറ്റിൽ യദ്ഹബു, തദ്ഹബു എന്ന രണ്ടും പോകുന്നതാണ്. പക്ഷേ യാ കൊണ്ട് തുടങ്ങിയത് പുരുഷനെ സൂചിപ്പിക്കുന്നതാണ്, താ കൊണ്ട് തുടങ്ങിയത് സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ യദ്ഹബുൽ ഉസ്താദ് അല്ലേ, അൽ ഉസ്താദു യദ്ഹബു, ഉസ്താദ് പോകുന്നു, ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്, വിദ്യാലയത്തിലേക്ക്. ഇനി അൽ ബിന്തു, പെൺകുട്ടി, ഇലൽ മസ്റഅത്തി, കൃഷിയിടത്തിലേക്ക്. അപ്പോൾ അവിടെയും പോകുന്നു എന്നർത്ഥം കിട്ടണം. അപ്പോൾ അവിടെ യദ്ഹബ് എന്തായാലും പറ്റില്ല, അത് പുരുഷനുക്കുള്ളതാണ്, നമ്മൾ എഴുതി കഴിയുകയും ചെയ്തു. തദ്ഹബു, അവൾ പോകുന്നു, ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. അല്ല, തദ്ഹബു അവൾ പോകുന്നു, ഇലൽ മസ്റഅത്തി, കൃഷിയിടത്തിലേക്ക്. അപ്പോൾ കറക്റ്റായി. സ്ത്രീ ആവുമ്പോൾ ത, പുരുഷനാവുമ്പോൾ യ. ഇനി സമീത്തുൽ അദാന, ബാങ്ക് കേട്ടു. ഇവിടെ ഉള്ളത് മസ്ജിദ്, പള്ളി ബാങ്ക് കേട്ടു എന്നല്ല, പള്ളിയിൽ നിന്ന് കേട്ടു എന്ന് കിട്ടണം. അപ്പോൾ അവിടെ ഇനി ബാക്കി എന്താണ്? മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് കേട്ടു. അപ്പോൾ അതും ശരിയായി. ഇനി അൽ യൗമു സാദിസു, 6ാമത്തെ ദിവസം ഏതാണ്? യൗമുൽ ജുമ, വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ഒന്നാമത്തേത് ഏതാ? യൗമുൽ അഹദ്, യൗമുൽ ഇത്നൈൻ, യൗമുൽ തലാത്ത, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമ, യൗമുൽ സബത്ത്. ഈ 7 ദിവസങ്ങളെ പേരുകൾ നമ്മൾ അറബിയിൽ തന്നെ പഠിച്ചു വെക്കാം. നമുക്കിതെല്ലൊരു മാർക്ക് പിന്നെ നേടിയെടുക്കാൻ കഴിയും. ഇനി നോക്കൂ, നുക്കമ്മിലുൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ യദുറുസു, ഇത് മുനാരിയായ ഫീലാണ്. അപ്പോൾ യദുറുസുവിൻ്റെ മുനാരിയായ ഫീലിലെ ഗായിബിൽ മുദക്കർ ആണും പെണ്ണുമായിട്ട്, മുദക്കർ മുഅന്നസായിട്ട് 6 പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യദുറുസു ലാസ്റ്റ് തന്നു യദുറുസിന. യദുറുസു എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കുന്നു, യദുറുസുന അവർ സ്ത്രീകൾ പഠിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് 4 പദങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? യദുറുസു, യദുറുസാനി, യദുറുസൂന, തദുറുസു, തദുറുസാനി.
ലാസ്റ്റത്തെ പദം ഇവിടെ കൊടുത്തു യദുറുസിന. ഇതുപോലെ നമ്മൾ എല്ലാ മുതാരിയായ ഫീലിനെയും നമ്മൾ എന്താക്കുക, നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ഇതുപോലെ പിന്നെ നോക്കുക, യജിലിസു യജിലിസാനി യജിലിസൂന, തജിലിസു തജിലിസാനി യജിലിസിന, യക്തുബു യക്തുബാനി യക്തുബൂന, തക്തുബു തക്തുബാനി യക്തുബിന. ഇതുപോലെ പഠിച്ചു വെക്കുക. അപ്പോൾ അത് വളരെ ഉപകാരപ്പെടും പരീക്ഷയ്ക്ക്. ഇനി ഇവിടെ ഉള്ളത് മുഹറം, റബീഉൽ അവ്വൽ, ജുമാദുൽ ഊല, റജബ്, റമദാൻ, ദുൽഹിജ്ജ. 6 മാസങ്ങളെ പേര് കൊടുത്തിട്ടുണ്ട്. വർഷത്തിൽ 12 മാസങ്ങളുണ്ട്, അറബിയിലും 12 മാസങ്ങൾ തന്നെ കറക്റ്റായിട്ട്. അപ്പോൾ ഈ 12 മാസങ്ങളിൽ 6 പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈക്കൊഴിയായിട്ടാണ് നമ്മൾ എഴുതേണ്ടി വരിക. അപ്പോൾ മാസങ്ങളെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. 12 മാസങ്ങളെ പേരും പഠിച്ചു വെക്കണം. ആഴ്ചയിലെ 7 ദിവസത്തിൻ്റെ പേരും അറബിയിൽ പഠിച്ചേക്കുക, ആ മാസത്തിൻ്റെ പേരും പഠിച്ചേക്കുക, മുലാരിയിലെ 6 പദങ്ങളും പഠിച്ചു വെക്കുക. ഇനി നോക്കൂ, മുഹറം 2ാമത്തെ മാസം സഫറാണ്, അതിവിടെ ഇല്ല. അപ്പോൾ സഫർ എഴുതി കൊടുക്കുക. 3ാമത്തെ മാസം റബീഉൽ അവ്വൽ, അതിവിടെ ഉണ്ട്. 4ാമത്തത് ഇവിടെ ഇല്ല, റബീഉൽ ആഖിർ അതില്ല. 5ാമത്തെ ജുമാദുൽ ഊല ഇവിടെ ഉണ്ട്. 6ാമത്തെ മാസം ജുമാദുൽ ഉഖ്റ, അതിവിടെ ഇല്ല. അപ്പോൾ അത് എഴുതി കൊടുക്കുക. പിന്നെ റജബ് ഉണ്ട്. റജബിൻ്റെ ശേഷം തൊട്ടടുത്ത് വരുന്ന ഷാഴ്ബാൻ അവിടെ ഇല്ല. അപ്പോൾ ഷാഴ്ബാൻ, റജബ്, ഷാഴ്ബാൻ. ഷാഴ്ബാൻ കഴിഞ്ഞാൽ ഉടനെയുള്ള 9ാമത്തെ മാസം റമദാനാണ്. റമദാൻ കറക്റ്റ് അവിടെ ഉണ്ട്. 10ഉം 11ഉം ഇല്ല, 12 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ഉം 11ഉം നമ്മൾ എഴുതണം. റമദാൻ കഴിഞ്ഞാൽ ഷവ്വാൽ, ചെറുപെരുന്നാളിൻ്റെ മാസം. റമദാൻ 30 നോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഷവ്വാലാണ്. ഷവ്വാൽ കഴിഞ്ഞാൽ പിന്നെ ദുൽഖഅദ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയപെരുന്നാളിൻ്റെ മാസം ദുൽഹിജ്ജ, അതിവിടെ ഉണ്ട്. അപ്പോൾ 12 മാസങ്ങൾ ഓർഡറിൽ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് വരുന്നത് നക്തുബുൽ ജം അലിമായഴ്ത്തി, ശേഷമുള്ളതിൻ്റെ ബഹുവചനം എഴുതണം. ഇവിടെ കൊടുത്തത് ഏകവചനം. അപ്പോൾ നമ്മളെ പാഠത്തിലെ നമുക്കെടുത്ത 5, 6, 7 പാഠങ്ങൾ, നമ്മൾ 1 മുതൽ 7 വരെയുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ജമ്മ് പറയുന്നുണ്ട്, ബഹുവചനം പറയുന്ന പാഠം. അതെടുക്കുക. എന്നിട്ട് അതിലുള്ള എല്ലാ പദങ്ങളിലും വന്ന ഏകവചനവും ബഹുവചനവും ചോദിക്കുക. ഇവിടെ ബഹുവചനമാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ബഹുവചനം തന്ന് ഏകവചനം ചോദിക്കും. ഹയവാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മൃഗം, ഒരു ജീവി. ഒരുപാട് ജീവികൾ ഹയവാനാത്ത്. ഷജറത്തുൻ മരം, അസ്ജാറ് മരങ്ങൾ, ത്വയ്ർ പക്ഷി, തുയൂർ പക്ഷികൾ, മൻസില് വീട്, മനാസില് വീടുകൾ. ഇനി മസ്ജിദ്, മസാജിദ് അല്ലേ. ഇതുപോലെ നമുക്ക് പാഠഭാഗത്ത് പറഞ്ഞ എല്ലാ ഏകവചന ബഹുവചനങ്ങളും ഒന്ന് ഓടിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് അത് മാർക്ക് കിട്ടാൻ വളരെ സാധ്യതയുള്ള കാര്യമാണ്. അടുത്തത് നുഖമ്മിലുൽ ഫറാ ഫിൽ മിസാലി, ഉദാഹരണത്തിലുണ്ട്. ആ ഉദാഹരണത്തിലുള്ളതിൽ വിട്ട ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കും. നുക്കമ്മിലുൽ ഫറാ, വിട്ട ഭാഗം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുക. കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളത് പോലെ വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുക. ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മൾ 1 ഒന്നാമത്തത്, 2 രണ്ടാമത്തത്. ഇപ്പം നമ്മളില്ലേ എത്രാം ക്ലാസ്സിലാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറയും. എന്നാൽ 1 എന്താ പറയുക? 1, 2 2, 3 3, 4 4. എന്നാൽ 4ാമത്തെ ക്ലാസ്സിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 4th. ഇതുപോലെ അറബിയിലുണ്ട്. വാഹിദ് 1. ഇത് നമ്മൾ ഉദാഹരണം നോക്ക്. വാഹിദ് 1. ഒന്നാമത്തത് സഫുൽ അവ്വൽ, 1ാം ക്ലാസ്, അൽ അവ്വൽ. ഇനി പിന്നെ ഇവിടെ അക്കത്തിൽ കൊടുത്തിട്ടുണ്ട് 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 എന്ന് അറബിയിൽ പറയുക അർബഅത്തുന്ന. എന്നാൽ 4ാം ക്ലാസ് എന്ന് പറയണമെങ്കിൽ, 4ാമത്തേത് എന്ന് പറയണമെങ്കിൽ റാബിയ്. 4, 4ാമത്തത് റാബിയ്. അപ്പോൾ 3ാമത്തത് 3 എങ്ങനെ? 3 തലാത്ത. 3ാമത്തത് സാലിസ് അല്ലേ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് 6 കൊടുത്തിട്ടുണ്ട്. 6ൽ 6ാമത്തതേ എന്ന് കൊടുത്തിട്ടുണ്ട്, സാദിസ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം വാഹിദ്, ഇസ്നാനി, തലാത്ത, അർബ, ഹംസ, സിത്ത. അപ്പോൾ 6ന് എന്താ പറയുക? സിത്ത. 6ാമത്തത് എന്ന് പറയാൻ സാദിസ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, അതിൻ്റെ താഴെ അഹദ അഷറ, അൽ ഹാദി അഷറ, അതും കൊടുത്തു. അഹദ അഷറ പറഞ്ഞാൽ 11, അൽ ഹാദി അഷറ പറഞ്ഞാലോ 11ാമത്തത്. പക്ഷേ അതിൻ്റെ സംഖ്യ അവിടെ എഴുതിയിട്ടില്ല. അത് നമ്മൾ എഴുതി കൊടുക്കണം. 11 അക്കത്തിൽ അറബിയിൽ എഴുതി കൊടുക്കുക. 1 1 ഇട്ടാൽ മതി. ഇതുപോലെ പഠിച്ചു വെക്കണം. ഇനി ഇത് അവിടെ 15 കൊടുത്തിട്ടുണ്ട്. ഹംസത്ത് അഷറ, അക്കവും കൊടുത്തിട്ടുണ്ട്, എണ്ണൽ സംഖ്യയും കൊടുത്തിട്ടുണ്ട്. അക്ഷരത്തിൽ എഴുതി ഹംസത്ത് അഷറ. ഇനി അതിന്
അതിൻ്റെ 15-ാമത്തത് എങ്ങനെ ഖാമിസു അഷറ അല്ലേ? അപ്പോൾ അവല്, താനി, സാലിസ്, റാബി, ഖാമിസ്, സാദിസ്, സാബി, സാമിന്, താസി, ആഷിർ. ഇതേ പ്രകാരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അഷറ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ 1 മുതൽ 10 വരെ നമ്മൾ 1-ാമത്തത്, 2-ാമത്തത്, 3-ാമത്തത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 10 ചേർത്തി കൊടുത്താൽ നമുക്ക് 20 വരെ പോകും. പിന്നെ വാഹിദ്, ഇത്തനാനി, തലാത്ത, അർബ, ഹംസ ഇത് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമായി. അപ്പോൾ 2 രൂപവും പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് ഉണ്ടാകും. ഇത് വ്യത്യസ്ത രീതിയിൽ ചോദിക്കുമെന്ന് മാത്രം. ഇനി നെക്റോ മിനൽ ഫറായി, നെക്റോ മിനൽ ഖുർആനി, ഖുർആനൊന്ന് നെക്റോ നമുക്ക് വായിക്കാം. മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം. എന്നിട്ട് വനക്തഷിഫ് മിന്നുൽ ഫിഅലൽ മുദാരിയ ഫീലിനെ കണ്ടെത്തണം. വൽ ഹുറൂഫൽ ജദ്ദി, ജെറിൻ്റെ അക്ഷരം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ജെറിൻ്റെ അക്ഷരം 1-ാമത്തെ ചോദ്യത്തിൽ അല, ഫി, മിൻ, ഇല, അൻ ഇതൊക്കെ ജെറിൻ്റെ അക്ഷരങ്ങളാണ്. മുദാരിയ ഫീലിനെ വേഗം തിരിച്ചറിയാൻ പറ്റുക. നമ്മൾ 4-ാം ക്ലാസ്സിൽ നമുക്കിപ്പോൾ പഠിച്ചതനുസരിച്ച് ഒരു ഫീലിൻ്റെ ആദ്യത്തിൽ യാ ഉണ്ടാവും, അല്ലെങ്കിൽ താ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഖുർആനിൽ പിന്നെ യാഓട് കൂടെ 4 അക്ഷരം ഉണ്ടാക്കുക, താഓട് കൂടെ 4 അക്ഷരം ഉണ്ടാക്കുക. അങ്ങനെ വന്നിക്കണോ നോക്കിയാൽ മതി. നോക്കൂ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ല, നിങ്ങൾക്ക് കാണാം ജനങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിൽ പ്രവേശിക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ റഅയ്ത അതിൽ യാ ഇല്ല തുടക്കത്തിൽ, താഉ ഇല്ല തുടക്കത്തിൽ, നാസ എന്നുള്ളിടത്തും ഇല്ല, യദ്ഖുലൂന എന്നുള്ളിടത്തുണ്ട്, യാ ഉണ്ട്. അപ്പോൾ യദ്ഖുലു, യദ്ഖുലാനി, യദ്ഖുലൂന, തദ്ഖുലാനി, യദ്ഖുൽന. അപ്പോൾ യദ്ഖുലു മുദാരിയ ഫീൽ. അപ്പോൾ താഴെ ഫിൽ മുദാരി എന്നുള്ള അവിടെ യദ്ഖുലൂന എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഫീ നമ്മൾ പറഞ്ഞു, ഫീ ജെറിൻ്റെ അക്ഷരമാണ്. അതിൻ്റെ ഉടനെ വന്ന ദീന് എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരം നൂനാണ്. അതിന് കസർ കൊടുത്തിട്ടില്ലേ? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം നമുക്ക്. ഫീ ദീനി. അപ്പോൾ ഫീ വന്നപ്പോൾ ജെറിൻ്റെ അക്ഷരം വന്നാൽ തൊട്ടുടനെ വന്ന പദത്തിൻ്റെ അവസാന അക്ഷരത്തിന് കസർ ഉണ്ടാവും. ഫീ ദീനി കണ്ടില്ലേ? അപ്പോൾ ഫീ എന്നുള്ളത് ഉറൂഫിൽ ജദ്ദി എന്നുള്ള അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ജെറിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചു നോക്കണം. ഇനി അനിന്നബഇൽ അദീം, ഇവിടെ യാവ് കൊണ്ടോ താവ് കൊണ്ടോ തുടങ്ങുന്ന ഒറ്റ പദമില്ല. അപ്പോൾ മുദാരിയ ഫീൽ ഇതിലില്ല. പിന്നെ അനിൻ നബ എന്നുണ്ട്. അന്നിൻ്റെ ശേഷം നബ വന്നപ്പോൾ നബയിന് കസറിട്ടിക്കണം. അപ്പോൾ എന്താണ്? ജെറിൻ്റെ അക്ഷരം അൻ. അപ്പോൾ ജെറിൻ്റെ അക്ഷരങ്ങൾ ഏതാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ വേഗം എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇനി വലാ യഹുല്ലു വലാ ത്വആമിൽ മിസ്കീൻ, അവിടെ വാ ഒന്നുമില്ല, ലായും നമുക്ക് പ്രശ്നമല്ല. യഹുല്ലു എന്നുള്ളിടത്ത് യാ ഉണ്ട്. അപ്പോൾ യഹുല്ലു, അപ്പോൾ യാ അത് മുദാരിയ ഫീലായി. അലാ ത്വആമി എന്ന് പറഞ്ഞപ്പോൾ ആല ജെറിൻ്റെ അക്ഷരം. അപ്പോൾ അതെടുത്ത് എഴുതി കൊടുക്കുക. അപ്പോൾ ജെറിൻ്റെ അക്ഷരങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമായി. ഇനി നുതറജിമിൽ ആത്തിയ, താഴെയുള്ളതിനെ ഒന്ന് പരിഭാഷപ്പെടുത്തണം. അറബിയിൽ നിന്ന് അറബി മലയാളത്തിലേക്ക് മാറ്റുക. റഅ ഫാദിലുൽ ബബ്ആ വൽ ഹമാമത്ത അല ഷജറത്തി. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, ഫാദിൽ കണ്ടു. എന്തിന്? അൽ ബബ്ആ തത്തയെ, വൽ ഹമാമത്ത പ്രാവിനെയും. എവിടെ? അലശജറത്തി മരത്തുമ്മൽ കണ്ടില്ലേ? അപ്പോൾ പിന്നെ മരത്തിൻ്റെ മുകളിൽ പ്രാവിനെയും തത്തയെയും ഫാദിൽ കണ്ടു. അത് തത്ത. അപ്പോൾ ഫാദിൽ തത്തയെയും പ്രാവിനെയും മരത്തിൽ കണ്ടു. 2-ാമത്തത് ഇതുപോലെ ഉദാഹരണങ്ങൾ നമ്മളെ പാഠത്തിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കി പഠിച്ചു വെക്കുക. ഇനി ഹാമിദ് യുഹിബ് സിറാഅത്ത, ഹാമിദ് കൃഷിയെ ഇഷ്ടപ്പെടുന്നു. കൃഷി ഇഷ്ടപ്പെടുന്നു. ഇനി അറബിയിലേക്കാക്കുക. സിംഹം കൂട്ടിലാണ്, സിനാൻ വീട്ടിലേക്ക് പോയി. സിംഹം എന്നുള്ളതിന് പറയാം അസദ്, കൂട് എന്നുള്ളതിന് നമുക്ക് സഖഫ് എന്ന് പറയാം. അത് പക്ഷിക്കൂടിനാണ് പറയുക. അപ്പോൾ സിംഹം ഫിസ് സഖഫി, സിംഹം കൂട്ടിലാണ്. സിംഹത്തിൻ്റെ കൂടെ പിന്നെ അപ്പോൾ സിംഹം കൂട്ടിലാണ്. ഇനി സിനാൻ വീട്ടിലേക്ക് പോയി. പോയി എന്നതിൻ്റെ പദം ലഹബ. ആരാ പോയത്? സിനാന്. എവിടേക്കാ പോയത്? ഇലൽ ബൈത്തി എന്ന് ചേർത്തി. അപ്പോൾ പോയി എന്ന പദം ആദ്യം എഴുതണം, ആദ്യം ഫീൽ എഴുതുക. അപ്പോൾ ലഹബ, ആരാ പോയത്? സിനാനുൻ. ലഹബ സിനാനുൻ. എവിടേക്ക്? ഇലൽ ബൈത്തി, വീട്ടിലേക്ക് പോയി. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടെ ഈ
ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഈ ക്വസ്റ്റ്യൻ. എന്നിട്ട് കറക്റ്റ് ഒന്ന് വിലയിരുത്തി നോക്കുക. ജറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, മുതാരിയ ഫീൽ ഏതൊക്കെയാണ്, 12 മാസങ്ങൾ ഏതൊക്കെയാണ്, 7 ദിവസങ്ങൾ ഏതൊക്കെയാണ്, ഏകവചനവും ബഹുവചനവും ഒന്ന് നോക്കുക. ഇതൊക്കെ ആവുമ്പോൾ പിന്നെ മുതാരിയ ഫീൽ എന്താണ്, അല്ലേ, മാദിയ ഫീൽ എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ അതൊന്ന് ഒരു ഒറ്റനോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും. എല്ലാവർക്കും ഫുൾ മാർക്ക് നേടട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം. ഒരു ലൈക്കൊക്കെ കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അടുത്ത വിഷയത്തിൻ്റെ പിന്നെ ക്വസ്റ്റ്യനെ കുറിച്ചുള്ള ചർച്ചകളും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അസ്സലാമു അലൈക്കും.